ഇതാണ് വാഴപ്പിണ്ടി. ഞങ്ങൾ ഇതിന് ഉണ്ണിക്കാവ് എന്ന് പറയും. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആരോഗ്യ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ദേശ്രീ കുട്ടീൻ്റെ ഒക്കെ ഉപജില്ല ശാസ്ത്രമേളയ്ക്ക് വാഴ കൊണ്ട് വിഭവം എന്നുള്ള ഒരു തീം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് മക്കൾ തന്നെയാണ് അതിൻ്റെ പ്രസൻറ്റേഷൻ ചെയ്യണമെന്നുള്ളൊരു ഇത് വന്നിരുന്നു. അപ്പം ഞങ്ങൾ ഇനി കാമ്പൗണ്ട് അല്ലെങ്കിൽ വാഴപ്പിണ്ടി കൊണ്ട് ഞങ്ങളൊരു അച്ചാറുണ്ടാക്കാൻ വിചാരിച്ചിട്ടോ. മാക്സിമം പോഷക മൂല്യം അതിൽ വരും വേണം, അതേപോലെ വെറൈറ്റി ആവണം. അങ്ങനെയാണ് അതിൻ്റെ ഒരു ഇത് വന്നിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അച്ചാർ അത്ര പോഷകമൂല്യമുള്ള സാധനമല്ല, എങ്കിൽ കൂടി ഉണ്ണിക്കാമ്പിൻ്റെ അച്ചാറൊക്കെ ഭയങ്കര റയറല്ലേ, അങ്ങനെ ഉണ്ടാക്കാൻ സാധനമല്ലേ. അപ്പോൾ വിചാരിച്ചു ഞങ്ങൾ വാഴപ്പിണ്ടി കൊണ്ട് ഞങ്ങൾക്ക് സാധാരണ ഭാഷയായിട്ട് ഉണ്ണിക്കാമ്പ് എന്നല്ലേ പറയുക. അപ്പോൾ അകപ്പാടൊരു കൺഫ്യൂഷനാണ് അപ്പോൾ ഉണ്ണിക്കാമ്പ് കൊണ്ട് അച്ചാറുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. വളരെ കുറഞ്ഞ സാധനങ്ങൾ മതി. പിന്നെ എനിക്ക് തോന്നുന്നൊരു ഇത് കേട്ടോ, ഈ നമ്മൾ ഉണ്ടാക്കിയ അനുഭവം വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഈ ഇന്നിക്കാമ്പ് എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഈ നാരുകൾ കുറവുള്ള ഏതൊരു ഞാലിപ്പൂവൻ വാഴയ്ക്കോ മൈസൂർ ഏനോ ഒന്നിന് ഭയങ്കര ഈ നാര് കുറവാണെന്ന് തോന്നുന്നുണ്ട്. അത് നോക്കിയെടുക്കണം കേട്ടോ. കാരണം ഈ അച്ചാറൊക്കെ കുഴപ്പമ്പോൾ ഈ നാരിങ്ങനെ കൊടുക്കുമ്പോൾ വല്ലാത്തൊരു ബുദ്ധിമുട്ടല്ലേ. നമ്മൾ എത്ര കളയാന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ പിന്നെ മുളേൻ്റെ നമ്മളെ മുളയല്ലേ, മുളൻ്റെ കമ്പൊക്കെ വെച്ചിട്ട് തിരിച്ചൊക്കെ എടുക്കുന്നില്ലേ. ഇപ്പം നമുക്ക് മുളയൊന്നും ഇവിടെ കാണാൻ തന്നെയല്ല. ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും കേട്ടോ, കാരണം നമ്മളങ്ങനെ പിന്നെ പുറത്തേക്കൊന്നും ഇറങ്ങണില്ലല്ലോ. അപ്പം ഞാൻ എന്തായാലും ചെറിയ ഈർക്കിൾ 3 കെട്ടിയിട്ടേ അതിൻ്റെ തലപ്പട് മുറിച്ച് തിരിച്ചു കൊടുത്തു. പക്ഷേ ഇപ്പോൾ കുറേ നാര് പോകുന്നു കേട്ടോ. അത്യാവശ്യം നാര കൈമണ് പോകുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു ഞാനെടുത്തേ മാത്രം അങ്ങോട്ട് നാരുള്ള ഒരു ഉണ്ണിക്കാമ്പായിരുന്നില്ലത്. ഇത് ഉണ്ണിക്കാമ്പ് കിട്ടാനും കുറേ പണി കിട്ടും. ഒരുപാട് ആൾക്കാരോട് ചോദിച്ചിട്ടുണ്ട്. ഉണ്ണിക്കാമ്പിൻ്റെ ചെറിയൊരു പീസ് തന്നെ കിട്ടിയത്. നിറച്ച് വാഴയും കാര്യങ്ങളുള്ള ഏരിയയാണെങ്കിലും ഉണ്ണിക്കാമ്പിനുള്ള കിട്ടാനുള്ള ബുദ്ധിമുട്ട് കുറച്ചൊന്നും അല്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രസൻറ്റേഷൻ ചെയ്യണോൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതിന് തന്നെ നല്ല കുനുകുനാന്ന് അരിഞ്ഞ് വെച്ചിട്ട് അതിന് നാരൊക്കെ കളഞ്ഞ് പിന്നെ കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടിയും കൂടി പുരട്ടി വെച്ചിട്ടോ. നന്നാക്കി വട്ടി വെച്ചിട്ട് പിന്നെ നമുക്ക് ചട്ടി അടുപ്പത്ത് വയ്ക്കാം. ശേഷം നല്ലെണ്ണയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അച്ചാറിന് പൊതുവേ നമ്മൾ നല്ലെണ്ണ തന്നെയാണല്ലോ ഉപയോഗിക്കല്. അത് നല്ലെണ്ണ ഉപയോഗിച്ച് നിങ്ങൾ അച്ചാർ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ എല്ലാതരം അച്ചാറുകളും ഉണ്ടാക്കി നോക്കാനും രുചിച്ച് നോക്കാനൊക്കെ ഇഷ്ടപ്പെടുന്നവരായിരിക്കും. എന്നാലും ഈ അച്ചാർ ഉണ്ടാക്കി നോക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്താ പറയുക, നമുക്കൊരു വെറൈറ്റി അച്ചാർ. കാരണം ഒരു പുളിയും എരിവൊന്നും ഇല്ലാത്ത സാധനത്തേക്ക് നമ്മൾ പുളിയൊക്കെ ഇതിൻ്റെ രുചിയും കൂടെ കലർത്തി അങ്ങനത്തെ ഒരു ടേസ്റ്റ് അതന്നെ. ഞാനിപ്പോൾ ഇങ്ങനെ പറയാമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ഇതിക്ക് വേണ്ട സാധനങ്ങൾ എന്താ, വെളുത്തുള്ളി, ഇഞ്ചി, ഒരു പച്ചമുളക് ഉണ്ടായിരുന്നില്ല, അപ്പോൾ തൊടിയിൽ നിന്ന് ഒരു 4-5 കാന്താരി കിട്ടി, അതന്നെ. പിന്നെ ഉലുവാപ്പൊടി. അപ്പോൾ എണ്ണ ഒഴിച്ചേക്ക് പിന്നെ നമ്മൾ കുറച്ച് കടുക് ഇട്ടു, അതിലേക്ക് വെളുത്തുള്ളി ഇട്ടു കേട്ടോ. ഇത് നന്നാക്കി മൂപ്പിച്ചെടുക്കണം. പിന്നെ കറിവേപ്പിലയും വേണമല്ലോ. ഈ അച്ചാർ എന്നുള്ളതിനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ അച്ചാർ രസം ഇട്ടില്ല എന്നല്ല, പക്ഷെ എനിക്ക് പേഴ്സണലി എൻ്റെ ഇഷ്ടം പറയുകയാണെങ്കിൽ എനിക്ക് ഇന്നിക്കാമ്പ് ഉപ്പിലിട്ട് വെക്കുമല്ലോ നമ്മൾ, നെല്ലിക്കയും മാങ്ങയും വെക്കും പോലെ. ഞങ്ങൾ സുർക്കയിലിട്ട് വയ്ക്കാൻ പറയും. എന്തൊരു ടേസ്റ്റാണെന്നറിയോ, രുചിയാണ്. കാരണം ഈ ഒരു നമ്മളെ ഇന്നിക്കാമ്പെന്ന് പറഞ്ഞൊരു വാട്ടർ കൺസിസ്റ്റൻസി കുറച്ച് കൂടുതലൊരു സാധനമല്ലേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ആ സുർക്കയും കൂടി കയറുമ്പോൾ എന്തൊരു രുചിയാണെന്നറിയോ. അപ്പോൾ പേഴ്സണലി എനിക്കത് ഭയങ്കര ഇഷ്ടമായിട്ടോ. പിന്നെ എനിക്ക് വെളുത്തുള്ളിക്ക് ഇനി ഇഞ്ചി ഇട്ടു, അതൊന്ന് മൂപ്പിച്ചിട്ട് കറിവേപ്പിലയും കൂടി ചേർത്തിട്ടോ. നമുക്ക് നന്നാക്കി ഒന്ന് ഇളക്കിയിട്ട് അതിലേക്ക് നമ്മൾ മുളകും പൊടിയൊക്കെ ചേർക്കാം. അധികം ചേരുവകളൊന്നും എനിക്ക് ചേർക്കേണ്ട, പൊടിച്ചേരുവകളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഒന്നാമത്തെ കേസ് ഞാൻ കടുക് ഇങ്ങനെ ഇട്ട് ഉലുവാപ്പൊടി ചേർക്കുന്നുണ്ട്. അച്ചാറും പൊടി എൻ്റെ കയ്യിലില്ല, പക്ഷെ അച്ചാറും പൊടി കുറച്ച് വേണമെന്ന് തോന്നുന്നില്ലേ. അതിൽ ചെറിയൊരു കഷ്ണം കായം കൂടി ചേർത്തിട്ട്, ഞാൻ പറഞ്ഞ അച്ചാറും പൊടി ഇല്ല, ചെറിയ കഷ്ണം കായം കൂടി ചേർത്ത്. പൊതുവേ ഞാൻ പറഞ്ഞല്ലോ സ്കൂളത്തെ മത്സരത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ്. എനിക്കറിയാം ഇത് സക്സസ്ഫുള്ളാവാൻ ചാൻസ് ഇല്ല എന്നുള്ള കാര്യം, പോഷകമല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഞാനൊരു വെറൈറ്റി രീതിക്ക് നമ്മൾ എന്തെങ്കിലും ഒന്ന് അവിടെ പ്രസൻറ്റ് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ച് ചെയ്താട്ടോ. അത് നമ്മളെ സ്കൂളിലൊരു എന്ത് പരിപാടിയിൽ നമ്മളതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം അല്ലേ.
അങ്ങനെയല്ല, എന്തെന്നെയായാലും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ. ഞാനിപ്പോൾ ഇതല്ലാണ്ട് നമ്മളെ കായപ്പൊടി കൊണ്ട് നൂഡിൽസ് ഉണ്ടാക്കിയെന്ന് കേട്ടോ, അത് കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ നമുക്ക് നിർഭാഗ്യവശാൽ പ്രൈസുകളൊന്നും നമ്മളെ സ്കൂളിന് കിട്ടിയിട്ടില്ല. പോട്ടെ, സ്കൂളിന് എല്ലായ്പ്പോഴും പ്രൈസ് കിട്ടണം എന്ന് പറഞ്ഞാൽ നമ്മൾ അഹങ്കാരാവൂലേ? അത് പാടില്ല. ഏതൊന്ന് ഒറ്റ കൊടുത്താലും മറ്റൊന്നിന് വിജയം വരുള്ളൂ. അപ്പോൾ എന്തായാലും ഇപ്രാവശ്യം നമുക്കില്ല, നമുക്ക് അടുത്ത പ്രാവശ്യം കൂടി ഉഷാറാക്കാം. അവസരങ്ങൾ ഇനിങ്ങൾ മുന്നോട്ട് കിടക്കല്ലേ. നമുക്ക് ഓരോ നമ്മൾ പരാജയപ്പെട്ട വഴികളൊക്കെ നമുക്ക് വീണ്ടും വീണ്ടും റിവാൻഡ് ചെക്ക് ചെയ്ത് ഒക്കെ ശരിയാക്കി മുന്നോട്ട് പോവാം. പിന്നെ ഞാൻ കുറച്ച് നേരത്തെ പറയാൻ വിട്ടുപോയി, കുറച്ച് മുളക് പൊടി കുറച്ച് ഉലുവാപ്പൊടി കൂടി ചേർത്ത് കേട്ടോ. അതൊന്ന് മൂപ്പിച്ചിട്ടായിരിക്കും പിന്നെ ഞാൻ വിനീഗർ ചേർത്ത്, സുർക്ക ചേർത്ത്, ഉപ്പും ചേർത്തണം കേട്ടോ. ഉപ്പ് നമ്മൾ ഇനി വേണമെങ്കിൽ ചേർത്താൽ മതി, കാരണം എണ്ണിക്കാമ്പിലും ഉപ്പും മഞ്ഞപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. ചേർത്ത് ഇളക്കി വെച്ചതാണ്. അപ്പോൾ ഇനി ആദ്യത്തെ ഉപ്പ് അതിലും പാകത്തിൽ ഉപ്പുണ്ട്, ഇനി ഇതിലിട്ട് കഴിഞ്ഞാൽ ഒക്കെ പാടാകും ഉപ്പച്ചാറാവും. അതിന് നല്ലത് നമ്മൾ നോക്കിയിട്ട് ചേർക്കവും നന്നാവുക. അപ്പോൾ കണ്ടോ, ഇതിലേക്ക് ഇനി നമുക്ക് ഈ കൂട്ടി വെച്ച എണ്ണിക്കാമ്പ് ഇൻ്റെ തറ ഞാൻ ഉണ്ടാക്കണമെന്ന് ഞാൻ ക്യാമറാമാനും ഞാനൊക്കെ പാടായപ്പോഴേ എൻ്റെ ക്യാമറ ഒരു ഭാഗം കുറച്ച് ചെരിഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ അതല്ല, നമ്മളൊരു വീഡിയോ എടുക്കുക എന്ന് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ, അപ്പോഴേക്ക് ഇത് ചാർജർ തീരും. ചാർജ് തീർന്നു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഫോണിലല്ലേ, നമുക്ക് എല്ലാ ഫോൺ സെറ്റിങ്സും വെവ്വേറെ മോഡലല്ലേ ഇത്. പിന്നെ ലൈറ്റ് തീരെ കിട്ടൂല, മങ്ങിക്കൊണ്ടേക്കെ ഉള്ളൂ. അതുകൊണ്ട് ഇത് ചാർജ് കഴിയാൻ മുന്നേ നമ്മൾ പരിപാടികളൊക്കെ തീർക്കണം വിചാരിച്ചിട്ടേ. ഷട്ടാപ്പ്. അപ്പോൾ കണ്ടത് നമ്മൾ എണ്ണിക്കാമ്പ് അച്ചാർ കേട്ടോ. ഇതിന് കുറച്ച് വാട്ടറിൻ്റെ ഒരു കൺസിസ്റ്റൻസി കുറവാണ്. പക്ഷെ ഞാൻ പിന്നെ അത് കഴിഞ്ഞിട്ടേ കുറച്ച് എണ്ണയും കൂടി മൂപ്പിച്ച് ചേർത്തൊക്കെ സെറ്റാക്കിയിരുന്നു കേട്ടോ. അത് പിന്നെ അത് ഇരുത്തിട്ടില്ല, ഈ മത്സരത്തിൽ കൊണ്ടുപോകാൻ പാകത്തിന് ആക്കി വെച്ചാൽ. പിന്നെ ഇത് ഇറക്കിയേക്കാൻ നേരത്തെ കണ്ടോ, കുറച്ച് ചെറിയ ജീരകം പൊടിച്ചതും ചെറിയ കഷ്ണം ശർക്കരയും ചേർത്തിട്ടോ. ഈ ശർക്കര ചേർക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല സത്യം പറയണെങ്കിൽ. ഞാൻ എന്താ അറിയോ, ഇതിൽ കുറച്ച് ഉപ്പ് അപ്പം കുറവായിരുന്നു, കുറച്ച് മുളകും പൊടി കൂടി നിന്നു. ഞാൻ പിന്നെ എനിക്കിനി എന്താണോടൊക്കെ അപ്പോൾ ശർക്കര ഇടാൻ തോന്നി, അതാ സത്യം. വലിയ ബോറായിട്ടും തോന്നിയില്ല, പക്ഷെ ഇതിന് ആവശ്യമല്ല. അപ്പോൾ കയ്പുള്ള അധികമൊക്കെ അല്ലേ ശർക്കര ഒക്കെ ചേർക്കുക, അധികം ആവശ്യം തോന്നിയില്ല കേട്ടോ. എന്നാലും ഞാൻ ആ മുളകും പൊടി കുറച്ച് കൂടിയപ്പോഴേ ശർക്കര ഇട്ട് ബാലൻസ് ചെയ്യാൻ ചെയ്തതാണ്. എന്നാലും കുഴപ്പമുണ്ടായില്ല, അങ്ങനെ അതിൻ്റെ രുചിയൊന്നും ഇല്ലാതെ കിട്ടിയിട്ടില്ല. അപ്പം നമ്മൾ എണ്ണിക്കാമ്പിൻ്റെ അച്ചാർ കണ്ടില്ലേ നിങ്ങൾ, വാഴപ്പിണ്ടി അച്ചാർ. വെറൈറ്റി ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒക്കെ ചെയ്ത് നോക്കുക, രുചിച്ച് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.